ഒന്നാമത്തെ ഡ്രാഗൺ ഇൻഫീരിയർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സാധനം. ഇതിന്റെ ഒരു കോമൺ ഇമോഷൻ എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു സെൽഫ് വർത്ത് തോന്നില്ല. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ മോശക്കാരനാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഞാന് നന്നാവില്ല. അല്ലെങ്കില് എനിക്ക് അതിനെ അത് എനിക്കത് വിജയിപ്പിക്കാൻ സാധിക്കില്ല. ഇനി ഇതിന് മറ്റൊരു ചിന്തയുണ്ട്. ഞാൻ ഇതെല്ലാം നന്നായിട്ട് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു നല്ല വീട് വെക്കുകയും, ഞാൻ നല്ലൊരു ജോലി സമ്പാദിക്കുകയും, ഞാൻ നല്ല കാറ് വാങ്ങിക്കുകയും, മറ്റുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ സ്നേഹിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു തോന്നല്. അതായത് ഞാന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിയാൽ മാത്രമാണ് മറ്റുള്ളവര് എന്നെ അംഗീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അതുവരേക്കും ഞാൻ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു തോട്ടായിരിക്കും എനിക്കുണ്ടാവുക. അപ്പൊ അതൊരു ഇന്നാഡക്വൻസി, ഒരു എന്തിന്റെയൊക്കെയോ കുറവ്, അല്ലെങ്കിൽ ഒരു ലോ സെൽഫ് വർത്ത്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കോർ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് ഷെയിം. നമുക്ക് ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി, നമുക്കൊരു ഉറപ്പില്ലായ്മ, ഒരു ഇൻസെക്യൂരിറ്റിക്ക് എന്നാ പറയുന്ന ഒരു അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു അൺവർത്തിനെസ്, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ അത്രയും എത്തി, നമ്മളൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് വരുന്നത് ഒരു ഇൻഫീരിയർ ഡ്രാഗണിന്റെ ഒരു കോർ ഇമോഷനാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ ഈ ഈ ഒരു ട്രൈറ്റ്, ഈ ഒരു കോർ ഇമോഷൻ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് എവിടെ നിന്നാണ് നമ്മളിലേക്ക് കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എപ്പോഴും എന്നോട് ആൾക്കാർ സംസാരിക്കുമ്പോൾ, എനിക്ക് അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അവരുടെ ബാല്യകാലം എന്താണ് എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഈ ഇമോഷൻ, അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ അവരുടെ കോർ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ കോർ ഇമോഷൻസ് എവിടെന്നാ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ബാല്യകാലത്ത് എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ ഫോർച്യൂൺ ടെല്ലർ, അല്ലെങ്കിൽ നമ്മുടെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് അവരുടെ പാസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഈ ഒരു സ്കില്ല് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇനി മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാരുടെ പാസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആവും. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവും. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരെയും മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും.